കാലവർഷം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ താലൂക്കിൽ അതീവ ജാഗ്രത പാലിക്കാൻ പട്ടാമ്പി താലൂക്ക് വികസന സമിതി യോഗത്തിൽ നിർദ്ദേശം. റോഡരികിൽ അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ അടിയന്തരമായി വെട്ടിമാറ്റണം. പൊതുമരാമത്ത് റോഡുകളിലെ അഴുക്കുചാലുകളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കാനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കാനും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും യോഗം നിർദ്ദേശം നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നത്. മുഹമ്മദ് മുഹ്സിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി പട്ടണത്തിലെ അഴുക്കുചാലുകളിൽ നിന്നുമുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി നഗരസഭാ ചെയർമാൻ TP ഷാജി അറിയിച്ചു. ഭാരതപ്പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്നതിനെതിരെ കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പട്ടണത്തിലെ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ചർച്ചയായി. നവീകരണം നടന്നുവരുന്ന റോഡുകളിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആവശ്യമായ നടപടികളും യോഗം സ്വീകരിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാതയിലെ ഓങ്ങല്ലൂർ മഞ്ഞുളങ്ങലിൽ ഓവുപാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 2 ദിവസം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്താനും തീരുമാനമായി. മഴ തുടങ്ങിയതോടെ വയറിളക്കം, പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളുമായി താലൂക്ക് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി ആശുപത്രി സൂപ്രണ്ട് യോഗത്തിൽ അറിയിച്ചു. വിദ്യാലയങ്ങൾക്ക് മുന്നിലെ ലഹരി വിൽപ്പന, തെരുവുനായ ശല്യം, തൃത്താല മേഖലയിലെ റീസർവേയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ, ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കൽ, വെട്ടിപ്പൊളിച്ച റോഡുകൾ നവീകരിക്കാത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും യോഗം ചർച്ച ചെയ്തു. നഗരസഭാ ചെയർമാൻ TP ഷാജി, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP രാമദാസ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ V ജമീല, PP വിജയൻ, MP മണി, ശശിരേഖ, അംബിക, തിരുമിറ്റിക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷർമിള, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ PP ഇന്ദിരാദേവി, ഇസ്മായിൽ വിളയൂർ, തഹസിൽദാർ T സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. സൈഡും കട്ട വിരിച്ച് വീതി കൂട്ടുന്ന കാര്യം ടെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അതിൻ്റെ വർക്ക് ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ 2 സൈഡിലും അത്യാവശ്യം വൃത്തികേടായിട്ട് കിടക്കുന്നതൊക്കെ ക്ലീൻ ചെയ്യാനും, അതായത് കരാറുകാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കും. നമുക്കൊരു പൈലറ്റ് പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്ക് എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം 2 സൈഡിലും കുറച്ച് സൗന്ദര്യവൽക്കരണം എന്നുള്ള നിലയ്ക്ക് കുറച്ച് ചെടികളും കുറച്ച് പൂക്കളും അതുപോലെ പഴങ്ങൾ കിട്ടുന്ന ചെറിയ ചെറിയ സംവിധാനങ്ങളൊക്കെ ഒരുക്കി ഒരു നല്ല ഭംഗിയുള്ള ഒരു റോഡാക്കിയിട്ട്, പിന്നെ കൊപ്പം മുതൽ തുലാമത്തോട് വരെയുള്ള അടുത്ത സ്റ്റേജിൽ നമുക്ക് ഫണ്ട് കിട്ടണം. പക്ഷെ സൗന്ദര്യവൽക്കരണത്തിന് അവിടെയും തടസ്സമല്ല. ഈ വീതി കൂട്ടുന്ന 2 സൈഡും കോൺക്രീറ്റും കട്ടിയും പിരിക്കുന്ന ഭാഗങ്ങളുടെ പുറത്തുള്ള ഭാഗങ്ങൾ നമുക്ക് സൗന്ദര്യവൽക്കരിക്കാനുള്ളൊരു നടപടിയും കൂടെ സ്വീകരിച്ചാൽ മനോഹരമായ റോഡായിട്ട് മാറും. മാത്രമല്ല 8 കൊല്ലം കഴിഞ്ഞു, ഇപ്പോൾ ഒരു 2 കൊല്ലമൊക്കെ ആവുമ്പോഴേക്കും ചിലപ്പോൾ അതിനെന്തെങ്കിലും കംപ്ലൈന്റ് വരാനുള്ള സാധ്യത. അപ്പോൾ അത് ഓവർലേ ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഗവൺമെന്റിലേക്ക് കൊടുക്കും. വിചാരിക്കുന്നത് ആശുപത്രി വരെ റബ്ബറൈസ് ചെയ്യണം. അത് റബ്ബറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ അടിയിൽ വലിയ പൈപ്പ് ലൈൻ ഉണ്ട്. ആ പൈപ്പ് ലൈനിൽ പേപ്പർ വെച്ച് റബ്ബറൈസ് ചെയ്യുന്ന സമയത്ത് പിന്നെ പൊട്ടിപ്പോകും. പിന്നെ പുതിയ പൈപ്പ് അവിടെ ഇടാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഇടാതെ നമ്മൾ റോഡ് പൊളിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ റോഡ് പണിയെടുത്തിട്ട് പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ പൈപ്പ് വേഗത്തിലിടുക, അതല്ലെങ്കിൽ പിന്നീട് റോഡ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പൈപ്പ് ഇടാൻ പാടില്ല. അപ്പൊ അതിനെന്താ ചെയ്യേണ്ട അവസ്ഥ? പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.